Hello friends, I am Abu. Welcome to our new video. So, in this video, we will see a preview of this photos blinking effect full screen status. So, a status and friends request this video. It's simple edit method. So, video skip video channel subscribe bell icon on all the options. Okay. So, we will see video. Now, we will Alightmotion open and we will plus icon select this pencil icon select resolution 10 select select frame rate 60 fps background black and then we create project. Now guys, first step is we will audio add the audio link description we will Telegram upload the link description. Okay, join now we will add plus icon select audio select and then we will audio select now we will song video song image and video select we will video select we will 3 dot select extract audio video layer delete. Okay. Now, the audio set. Now, we will song play 21 seconds. This time we beat. Now, we will a photo moving. Now, we will mark it. Now, we will first visible photos length. Okay. Now, we will first image add. Now, we will messing photos status. Now, this material is description. Okay, download it. Now, we will add it. Plus icon select image and video select and then we will photo site select photo select then plus icon select and then we will move and transform scale option select and size check. Arrange now we will picture set okay correct place just image select correct line drag correct line icon select add image length okay. Now guys, we will image set image effect add first image select effect select add effect select effect create color and light exposure and gamma select standard settings select and then we first keyframe add value increase 72 ശേഷം നമ്മൾ 1 സെക്കൻഡിലേക്ക് കറക്റ്റ് ആയിട്ട് ലൈൻ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ ഒരു മൈനസ് ആക്കി ഇടുക. ഓക്കേ കണ്ടില്ലേ? അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഇമേജിലേക്ക് ഒരു ബ്ലിങ്ക് എഫക്റ്റും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി സെലക്ട് ചെയ്തിട്ട് ബ്ലിങ്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ബ്ലിങ്കിന്റെ വാല്യൂ ഒരു
286 ഒക്കെ കൊടുക്കുക. 2.86 കൊടുത്തു ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്തെടുത്ത് ബാക്കിയുള്ള എല്ലാ ഇമേജിലും പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഇമേജിലേക്ക് വരിക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്യുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ എല്ലാ ഇമേജിലും ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് ലെങ്ത്ത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതിൽ വന്നിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു എക്സ്പോഷറിൻ്റെ ആ ഒരു കീ ഫ്രെയിം വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് 1 സെക്കൻഡിലേക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ രണ്ടാമത്തെ ഇമേജിൽ വരിക. അപ്പോൾ കണ്ടില്ല, നമ്മൾ 1 സെക്കൻഡ് സെറ്റ് ചെയ്തത് അപ്പോൾ ഇതിനൊരു 45 സെക്കൻഡായിട്ട് കുറഞ്ഞിട്ടുണ്ട് ആ ഒരു കീ ഫ്രെയിം. ഓക്കെ, അപ്പോൾ നമുക്കത് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്ത് 1 സെക്കൻഡിലേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എല്ലാ ഇമേജും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഫക്റ്റൊക്കെ ആഡ് ചെയ്തിട്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലാസ്റ്റ് വെച്ചിട്ട് ആ ലൈന് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഓരോ ഇമേജ് ഇങ്ങനെ ഫോട്ടോ മൂവിങ് ആയിട്ട് ഒരു ബീറ്റ് എഫക്റ്റും കൂടി ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അവിടെ ലൈന് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക, വ്യൂവോളർ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ശേഷം നമ്മൾ ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. അതുപോലെ ഈ ഒരു എല്ലാ ഇമേജിനും ഇതുപോലെ ഒരു മൂവിങ് കൊടുക്കുക. ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി സെലക്ട് ചെയ്യുക, ബ്ലിങ്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രീക്വൻസി ഇതുപോലെ ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഫ്രണ്ട്സ്, നമ്മൾ എഡിറ്റിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഈ ഒരു ഷെയർ ഐക്കൺ സെലക്ട് ചെയ്യുക, വീഡിയോൻ്റെ ക്വാളിറ്റി ഹൈ ആക്കിയിടുക, എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ പോയി ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ല എഡിറ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്, ABUPKDEditz.